കേരളത്തെ പിടിച്ചു കുലുക്കിയ മഹാമാരിയാണ് നിപ്പ. നമുക്കറിയാം, ഹൈ മോർട്ടാലിറ്റി റേറ്റുള്ള വൈറസ്. കേരളത്തെ പലവട്ടം നിപ്പ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കേരളം കീഴടങ്ങിയിട്ടില്ല. ഓരോ തവണയും കേരളത്തിന്റെ ആരോഗ്യ മേഖല ശക്തിയുക്തം അതിനെ എതിർത്ത് തോൽപ്പിച്ചതിന്റെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ നിപ്പയ്ക്ക് ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കൂടിയുണ്ട് നമുക്ക്. കോഴിക്കോട്ട് നഴ്സായി ജോലി ചെയ്യവേ നിപ്പ ബാധിതനായ ഒരു കർണാടക സ്വദേശിയായ ടിറ്റോ തോമസ് നിപ്പയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. നമുക്കറിയാം, പലപ്പോഴും വാർത്തകളിലൂടെയൊക്കെ ടിറ്റോയെ സംബന്ധിച്ചുള്ള നിപ്പ ബാധിതനായ ടിറ്റോയെ സംബന്ധിച്ചുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ സർക്കാർ ഒരു ധനസഹായം ആ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിക്ക് നൽകി. അത് അവർക്ക് വലിയ ആശ്വാസം സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ടിറ്റോയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ടിറ്റോയുടെ ഈ ദുരവസ്ഥ അത് പല റിപ്പോർട്ടുകളായി നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. എങ്കിലും ടിറ്റോയെ ഇതുവരെ പുറത്താരും കണ്ടിട്ടില്ല. ടിറ്റോയുടെ മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതിലേക്ക് കടന്നു ചെല്ലുകയാണ് ന്യൂസ് 18 ഇന്ന്. ആദ്യം ടിറ്റോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ ആ റിപ്പോർട്ട് കാണാം. 2018 അന്ന് വരെ കേരളത്തിന് പരിചിതമല്ലാത്ത നിപ എന്ന മഹാമാരി നാടിനെ നിശ്ചലമാക്കിയത്. പേരമ്പ്ര സ്വദേശിയായ മുഹമ്മദ് സാലിഹും സഹോദരനുമായിരുന്നു തിരിച്ചറിഞ്ഞ ആദ്യ കേസുകൾ. ഇരുവരും മരിച്ചതിനു പിന്നാലെ ആദ്യ തരംഗത്തിൽ മാത്രം 17 ജീവനുകൾ അപഹരിക്കപ്പെട്ടു. രോഗബാധിതരെ ശുശ്രൂഷിക്കുന്നതിനിടെ നിപ ബാധിച്ച് ജീവൻ നഷ്ടമായ നഴ്സ് ലിനി കണ്ണീരോർമ്മയാണ്. പിന്നീട് പല ഘട്ടങ്ങളിലായി നിപ രോഗബാധ അങ്ങിങ്ങായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. 2023 4ാം തരംഗത്തിൽ 6 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 2 പേർ മരിക്കുകയും ചെയ്തു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗികളിൽ ഒന്നിൽ നിന്നാണ് മംഗലാപുരം മർദാല സ്വദേശിയായ ടിറ്റോ തോമസിന് രോഗം ബാധിച്ചത്. നഴ്സിംഗ് പഠനത്തിന് ശേഷം 2023 ഏപ്രിൽ 23 ടിറ്റോ ജോലിയിൽ പ്രവേശിച്ചത്. ആഗസ്റ്റ് അവസാന വാരം അത്യാഹിത വിഭാഗത്തിലെ ജോലിക്കിടെ ടിറ്റോയ്ക്ക് നിപ സ്ഥിരീകരിച്ചു. ചികിത്സയ്ക്കൊടുവിൽ രോഗമുക്തി നേടി ക്വാറന്റൈൻ പൂർത്തിയാക്കി നവംബറിൽ വീട്ടിലെത്തിയ ടിറ്റോയ്ക്ക് കടുത്ത തലവേദനയും കഴുത്തുവേദനയും അനുഭവപ്പെട്ടിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് ഡിസംബറിൽ ജോലിയിൽ തിരികെ പ്രവേശിച്ച ടിറ്റോയ്ക്ക് ഡിസംബറിൽ തലവേദന ശക്തമായതോടെ നടത്തിയ പരിശോധനയിലാണ് ലേറ്റന്റ് എൻസിഫലൈറ്റിസ് ബാധ സ്ഥിരീകരിച്ചത്. ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ തന്നെ ചികിത്സ ആരംഭിച്ചു. ചികിത്സ തുടരുന്നതിനിടെ ടിറ്റോ അബോധാവസ്ഥയിലാവുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് അടക്കം രൂപീകരിച്ചെങ്കിലും ടിറ്റോയുടെ ആരോഗ്യനിലയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ന്യൂസ് 18 കോഴിക്കോട്. കഴിഞ്ഞ 20 മാസവും 6 ദിവസവുമായി ഒരേ കിടപ്പിലാണ് ടിറ്റോ. ജീവനുണ്ട്, സ്വയം ശ്വസിക്കുന്നുണ്ട് എന്നതിനപ്പുറം ടിറ്റോ നിശ്ചലാവസ്ഥയിൽ തന്നെ എന്ന് പറയാം. ആ കുടുംബത്തിന്റെ ദൈന്യം അത്രമേൽ വലുതാണ്. ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ടിറ്റോ ജോലി തേടി പോയപ്പോൾ, ജോലി കിട്ടിയ സാഹചര്യത്തിലൊക്കെ. പക്ഷേ അത് വളരെ പെട്ടെന്ന് ആ ജീവിതത്തിന്റെ, ആ കുടുംബത്തിന്റെ തന്നെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ടിറ്റോയ്ക്ക് കൂടുതൽ വിദഗ്ധമായ ചികിത്സയും മറ്റും കുടുംബത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. അവിടേക്കാണ് കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഒരു വലിയ കൈത്താങ്ങ് എത്തിയത്. 17 ലക്ഷം രൂപയാണ് ധനസഹായമായി പ്രഖ്യാപിച്ചിരുന്നത് സർക്കാർ. അത് കഴിഞ്ഞ ദിവസം ആ കുടുംബത്തിന് കിട്ടി. അതൊരു വലിയ പ്രതീക്ഷയാണ് ആ കുടുംബത്തിന്. ടിറ്റോ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന പ്രതീക്ഷകളുമായി കഴിയുകയാണ് കുടുംബം. ആ കുടുംബത്തെ കാണുന്നു ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ, ഒപ്പം ടിറ്റോയെ. നിപ ബാധിച്ച് രോഗമുക്തനായി ജോലിയിൽ തിരികെ പ്രവേശിച്ച ശേഷം പൂർണ്ണ ആരോഗ്യവാനായി കുടുംബം ടിറ്റോയെ കണ്ടിട്ടില്ല. ആഴ്ചകളോളം വെന്റിലേറ്ററിൽ, മാസങ്ങളായി തീവ്രപരിചരണ വിഭാഗത്തിൽ. 20 മാസം നീണ്ട ചികിത്സയിൽ സ്വന്തമായി ശ്വസനം നടത്താൻ കഴിയുമെന്നതാണ് ഏക പുരോഗതി. ദ്രവരൂപത്തിൽ ഭക്ഷണം നൽകുന്നു. കണ്ണുകൾ തുറന്ന് എല്ലാവരെയും നോക്കുമെങ്കിലും തങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് പോലും മാതാപിതാക്കൾക്ക് അറിയില്ല. ഇത്ര 20 മാസമായില്ലേ. ആദ്യത്തെ കുഞ്ഞ് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയി. അല്ല, ഇനി മുമ്പോട്ട് അവൻ എഴുന്നേക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങൾ മാത്രമല്ല ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കൊണ്ട് ഇത്ര ആയത്. ഇനി മുമ്പോട്ട് അത് ശരിയാകുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമാണ്. അങ്ങനെ കിടന്നവർ ഒത്തിരി പേരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അത്ഭുതം പ്രവർത്തിക്കും. ആ ഒരു വിശ്വാസത്തോട് ഞങ്ങൾ ഇതുവരെ ആയിരിക്കുന്നു.
അല്ല കണ്ണ് തുറന്ന് നമ്മളെ നോക്കും. അത്ര മനസ്സിലാകുന്നതുകൊണ്ടോന്നും അറിയത്തില്ല. നമുക്ക് മനസ്സിലാകത്തില്ല. ചുറുചുറുക്കായിരുന്നു ഭയങ്കര. ഞങ്ങളുടെ കുടുംബത്തിൽ വെച്ച് നല്ല എല്ലാം കൊണ്ട് ഭയങ്കര ഇമ്പ്രൂവ് ഉള്ള കൊച്ചായിരുന്നു. പഠിത്തത്തിന് 10ൽ നല്ല മാർക്കായിരുന്നു. സെക്കൻഡ് PC അതിലും നല്ല മാർക്ക്. നേഴ്സിംഗ് 4 വർഷം പഠിച്ചു. അതിലെല്ലാം ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ 6 മാസമേ ഉള്ളൂ. ഇവിടെ അറിയാൻ മേലാത്തവരാരുമില്ല, എല്ലാവർക്കും അറിയാവനെ. ടിറ്റോയ്ക്ക് രോഗം ബാധിച്ച ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സ തുടരുന്നത്. ആശുപത്രി ചികിത്സാ ചിലവുകളും വഹിക്കുന്നു. സർക്കാർ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളൊന്നും പിന്നീടുണ്ടായില്ല. അമ്മ ഏലിയമ്മ പൂർണ്ണസമയം ടിറ്റോയ്ക്കൊപ്പമുണ്ട്. സഹോദരൻ ഷിജോ തോമസ് 1.5 വർഷത്തോളം ജോലി ഉപേക്ഷിച്ച് അനുജനെ പരിചരിക്കാൻ ആശുപത്രിയിൽ തങ്ങി. ടാപ്പിംഗ് തൊഴിലാളിയായ TC തോമസ് ഏറെ ബുദ്ധിമുട്ടിയാണ് 2 മക്കളുടെയും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കടുത്ത സാമ്പത്തിക പരിമിതികൾക്കൊപ്പം അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തം കുടുംബത്തിന്റെ സ്ഥിതിയും വഷളാക്കി. മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിലും പണം തന്നെയാണ് പ്രധാന തടസ്സം. സർക്കാരിൽ നിന്ന് 17 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങളുടെ ചികിത്സയ്ക്ക് പോലും ഈ പണം തികയില്ല. കുഞ്ഞിൻ്റെ ചിലവ് എത്രയെന്ന് അവർക്ക് അത് ഹോസ്പിറ്റലിൽ ഇറക്കി പറയാൻ പറ്റുള്ളൂ. എന്നാലും അവരുടെ ഒരു കണക്ക് പുറകെ ഞങ്ങൾ ഒരു കുഞ്ഞ് സുഖമില്ലാതെ കിടന്നിട്ട് ഒരു 5 മാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ സുഖമില്ലാതായി മെയ് മാസം ആകുമ്പോഴത്തേന് ഒരു 48 ലക്ഷം രൂപ ചിലവായി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും ഉണ്ടല്ല. ഞങ്ങൾ അവരോട് ചോദിച്ചു, അപ്പോൾ കുഞ്ഞിന് ഇപ്പോൾ ഇത്രയും മുന്നോട്ട് എന്തെങ്കിലും ഒരു കുറേ ഇത് കഴിഞ്ഞാൽ ആയില്ല പൈസ ഇന്ന് കെട്ടണമെന്നും പറഞ്ഞാലെന്നുള്ളൊരു വിഷമം ഞങ്ങളുടെ ഒരു മാനസികമായ ഒരു അപ്പൻ്റെ അമ്മയുടെയും അവൻ്റെ അമ്മാച്ചന്മാരുടെയും ഒരു ഇതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു. അന്നേരം പറഞ്ഞില്ല, ആ പൈസയുടെ കാര്യം ചോദിക്കുന്നത് കുഞ്ഞിൻ്റെ ജീവനാണെന്ന് പറഞ്ഞു. അങ്ങനെ കണക്ക് ഇപ്പോൾ അവർ പറഞ്ഞ് ഒരു 1.5 ലക്ഷം രൂപ 48 ലക്ഷം രൂപ സാധാരണ ഒരു കുഞ്ഞ് കടന്നിട്ട് ഒരു 5-6 മാസം ആയപ്പോൾ 48 ലക്ഷം. ഇപ്പം എത്രയായെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല. ആരോഗ്യമന്ത്രിയെ കാണാൻ പോയായിരുന്നു, സംസാരിച്ചായിരുന്നു. അന്നേരം പറഞ്ഞ് എനിക്ക് ഒരു പരിധിയുണ്ട്, എങ്കിലും ഞാനും മന്ത്രിയോട് സംസാരിക്കാം, മിനിസ്റ്ററോടായിട്ട് സംസാരിച്ചിട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് കുറച്ച് മാസങ്ങളായും എന്നാലും അവരുടെ ആ സംസാരം അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് അവർ ചെയ്ത് അതൊരു ഞങ്ങൾക്ക് കിട്ടിയതൊരു ആശ്വാസമാണ്. ചികിത്സകൾക്കൊടുവിൽ മകനെ ആരോഗ്യവാനായി തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ. അവൻ എഴുന്നേൽക്കുന്ന ഒരു വിശ്വാസത്തോടെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിപ വൈറസ് ബാധ മസ്തിഷ്ക ജ്വരമായി മാറിയതാണ് തിരിച്ചടിയായത്. നിപ എൻസെഫലൈറ്റിസ് രോഗബാധിതനെ അബോധാവസ്ഥയിലേക്ക് നയിക്കുകയും അപസ്മാരത്തിനും കോമയ്ക്കും കാരണമാവുകയും ചെയ്യും. ഈ അവസ്ഥയിലാണ് നിലവിൽ ടിറ്റോ ഉള്ളത്. സാധാരണ അവസ്ഥയിലേക്ക് എപ്പോൾ മടങ്ങിയെത്തും എന്ന് സംബന്ധിച്ച വ്യക്തത ഡോക്ടർമാർക്കുമില്ല. ന്യൂസ് 18 കോഴിക്കോട്. ടിറ്റോ കണ്ണു തുറക്കുന്നു, തങ്ങളെയൊക്കെ കാണുന്നു എന്നതാണ് അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. അതിനപ്പുറം കുടുംബത്തിലെ ഏറ്റവും മിടുക്കനായിരുന്ന മകൻ 20 മാസമായി ഒരേ കിടപ്പ് കിടക്കുന്നത് അവരെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചികിത്സയ്ക്കായി ചിലവാകുന്ന ഭീമമായ തുകയുണ്ട്. പക്ഷേ ഇപ്പോൾ ആശുപത്രി അധികൃതർ അത് വഹിക്കുന്നത് ആശ്വാസമാണ്. സർക്കാരിൻ്റെ കൂടി ധനസഹായം കിട്ടിയതും ആശ്വാസമാണ്. ടിറ്റോയുടെ മടങ്ങിവരവിനായി നിരന്തര പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് ആ കുടുംബം നടക്കുന്നത്.